Q&A സെഷൻ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. യൂട്യൂബ് റവന്യൂ ആണ്. അപ്പം എനിക്ക് എൻ്റെ ചാനൽ മോണിറ്ററൈസേഷൻ ആയിട്ട് ഏകദേശം കുറച്ച് നാളാവത്തേ ഉള്ളൂ. അപ്പോൾ ഈ മാസം റവന്യൂ വരണം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 20-30 അതിൻ്റെ ഇടയ്ക്ക് കാണും യൂട്യൂബ് റവന്യൂ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എൻ്റെ ഒരു ഊഹമാണ്. വന്നിട്ട് ഞാൻ പറയാം. ഏതായാലും ഈ മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് അതിനകത്ത് വരണം. ഇതുവരെ വന്നിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലവ് സ്റ്റോറി നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ആം സൂപ്പർ ഹീറോ ചേട്ടൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. 2 പാർട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും പോയി കാണണം. പല്ലിൽ കമ്പി ഇരുന്നതിന് നല്ല പെയിൻ ഉണ്ടോ? അത് എത്ര നാളുണ്ടാവും? നല്ല പെയിൻ ഉണ്ട്. നല്ല പെയിൻ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പെയിൻ വിചാരിച്ചാണ് ഞാൻ സത്യം പറഞ്ഞ പോയത്. പക്ഷെ അത്ര പെയിൻ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഇപ്പൊ ഇട്ടിട്ട് ഒരു 2 ഇയേഴ്സിന് എബോ ആവും. വലിയ പെയിൻ ഒന്നും ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ പല്ല് ഇളക്കിയിട്ട് നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും മെയിൻ പ്രശ്നം. നമുക്ക് ഈ ചെറിയ ചോറിന്റെ ഇതുണ്ടല്ലോ, ചോറിന്റെ അരി പോലും നമുക്ക് ചവയ്ക്കാം, നല്ല പെയിൻ ആയിരിക്കും. പക്ഷെ എനിക്കൊരു 1 വീക്ക് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു പ്രശ്നമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രഡീഷണൽ ഓർ മോഡേൺ ഔട്ട്ഫിറ്റ്? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഞാൻ ഈ നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ ഞാൻ മോഡേൺ വാങ്ങും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ട്രഡീഷണൽ വാങ്ങുന്ന ആ ഒരു റേറ്റിന് നമുക്ക് മോഡേൺ ഒരു 3-4 ടോപ്പ് എടുക്കാം. വലിയ റേറ്റ് ആവത്തില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ടോപ്പ് എടുക്കാമല്ലോ, മാറി ഇടാം. മിക്കവാറും ഞാൻ മോഡേൺ ആയിരിക്കും എടുക്കുന്നത്. പിന്നെ ട്രഡീഷണൽ എടുക്കാറുണ്ട് കേട്ടോ, ട്രഡീഷണൽ എടുക്കാറുണ്ട്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ലുക്ക് കൂടുതൽ ഇഷ്ടം. ചില സമയം എനിക്ക് ട്രഡീഷണൽ കൊള്ളാൻ തോന്നും, ചില സമയം മോഡേൺ കൊള്ളാം. പിന്നെ ഞാൻ 2 കിട്ടാലും എനിക്ക് ചേരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ്, ഫേവറേറ്റ് ഫുഡ്? എനിക്ക് അങ്ങനെ ചിക്കൻ ഐറ്റംസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ഈ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഇഷ്ടമാണ്. പിസ്സ ഇഷ്ടമാണ്. സംഭവം എന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ എപ്പോഴും കഴിക്കൂല, വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ചോറ് എനിക്ക് വലിയ താല്പര്യമില്ല, ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അടുത്ത, കുറച്ച് ലവ് കീപ്പപ്പ് ചെയ്യാനുള്ള ടിപ്സ് തരൂ. ഈ ഒരു കോട്സ് പറയൂലേ, നമ്മൾ വിട്ടേക്കുക, അത് നമുക്ക് തിരിച്ചു വരണുണ്ടെങ്കിൽ നമുക്ക് ഉള്ളതായിരിക്കും. അത് ആദ്യം സത്യമാണ്. അപ്പൊ നമ്മൾ പിടിച്ചു വെക്കുന്നതോറും ഒരാൾക്ക് അത് ചെയ്യരുത് എന്നൊരു കാര്യം പറയുമ്പോഴല്ലേ നമുക്ക് ചെയ്യാനുള്ള ഇത് വരുന്നത്. നമ്മൾ ഹാപ്പിയായിട്ട് അവർ വിടുമ്പോഴത്തേക്കും അവരത് മനസ്സിലാക്കും. അവർക്ക് നമ്മുടെ അടുത്ത് സ്നേഹം ഉണ്ടല്ലോ, നമ്മൾ അവരുടെ അടുത്ത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ അവർ മനസ്സിലാക്കും. മനസ്സിലായില്ലേ? അപ്പം അവർ നമ്മളെ തിരിച്ച് ഇത്ര സ്നേഹിക്കാൻ തുടങ്ങും. ബാക്കിയുള്ളവരെ പോലെ വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല, എന്നെ ഇത്ര ഹാപ്പി ആയിട്ട് നോക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് തോന്നുമ്പോൾ അവർ നമ്മളെ തിരിച്ച് അതേപടി സ്നേഹിക്കും. മനസ്സിലായില്ലേ? എത്രയായാലും സ്നേഹമൊക്കെ പുറത്ത് വരും, ഇടയ്ക്കെങ്കിലൊക്കെ പുറത്ത് വരും. എല്ലാവരും ഒന്ന് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല, എന്നാലും പുറത്ത് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. നമ്മളെ റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ എനിക്ക് ആഫ്റ്റർ മാരേജ് ആണ് കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, ബിഫോർ മാരേജ് ഞാൻ തന്നെ ഭയങ്കര പൊസസീവ് ആയിരുന്നു, ഞാൻ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. ചേട്ടനും എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു. ചേട്ടന് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ പണ്ട്. ഞാൻ പറയണമെന്ന് കേൾക്കൂല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ പറയണ വാക്കിനൊന്നും വിലയൊന്നും തരത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മാരേജിന് ശേഷം കുഴപ്പമില്ല, അത്യാവശ്യം എൻ്റെ അടുത്ത് കൂടെ അഭിപ്രായം ചോദിക്കും, സ്നേഹിക്കും, ഭയങ്കര സ്നേഹമൊക്കെ ആണ്. നമുക്കും ഒരു സന്തോഷമല്ലേ. അപ്പം ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. ബിഫോർ മാരേജിനെക്കാട്ടിലും ആഫ്റ്റർ മാരേജ് ആണ് എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ എനിക്ക് അങ്ങനെ. നെക്സ്റ്റ്, ഫണ്ണിയസ്റ്റ് മൊമെന്റ് ഇൻ യുവർ ലൈഫ്? ഫണ്ണിയസ്റ്റ് മൊമെന്റ് അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് മൊമെന്റ് ആണ്. എടുത്തു പറയാനുള്ള മൊമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചേട്ടൻ ഭയങ്കര കോമഡിയാണ്. അപ്പോൾ നമ്മളെപ്പോൾ ഉണ്ടെങ്കിലും ഫണ്ണിയസ്റ്റ് മൊമെന്റ് ആയിരിക്കും. പ്രാങ്ക് എന്നത് ഒരു ഫണ്ണിയസ്റ്റ് മൊമെന്റ് ആണ്. ഫണ്ണിയസ്റ്റ് മൊമെന്റ് എന്ന് വെച്ചാൽ അത് ഫണ്ണി എന്ന് പറയാൻ പറ്റുമോ? എനിക്കത് പക്ഷേ ഭയങ്കര വിഷമമായി. കാരണം നമ്മൾ ഒരിടത്തൊക്കെ വിളിച്ചിട്ട് നമ്മളിങ്ങനെ അപമാനിച്ച് വിടുമ്പോൾ നമുക്ക് വിഷമാവൂലേ? നമ്മൾ ചെറുതായതുപോലെ തോന്നൂടെ എല്ലാവരും മുന്നിലും. നാണം കെട്ട്. സത്യം പറഞ്ഞത് ഫണ്ണിയസ്റ്റ് അല്ലായിരുന്നു, ഒരു നാണം കെട്ട ഒരു മൊമെന്റ് ആയിരുന്നു സത്യം പറഞ്ഞത്. പക്ഷെ അത് പിന്നെ ആലോചിക്കുമ്പം ഫണ്ണിയസ്റ്റ് ആണ്. ഇപ്പൊ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി വരും. നെക്സ്റ്റ്, വഴക്കുണ്ടായ ആരാ ആദ്യം കോംപ്രമൈസ് ആക്കുക? മെയിൻ നമ്മുടെ ഇടയ്ക്ക് വഴക്കുണ്ടാവണ മെയിൻ റീസൺ ഞാനാണ്. ഞാൻ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് വഴക്കുണ്ടാക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട, ചെറിയ കാര്യം മതി, ഞാൻ തന്നെ വഴക്കുണ്ടാക്കും. പിന്നെ ഞാൻ തന്നെ അത് പോയി കോംപ്രമൈസ് ചെയ്യും. അതാണ് മെയിൻ. പിന്നെ എങ്ങാനും ചേട്ടൻ വല്ലതും വഴക്കുണ്ടാക്കുന്നത് കുറവാണ്. പക്ഷെ ചേട്ടൻ വഴക്കുണ്ടാക്കിയാലും വല്ലപ്പോഴും ചേട്ടൻ വന്ന് എൻ്റെ അടുത്ത് കോംപ്രമൈസ് ചെയ്യാത്തേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഞാൻ തന്നെയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ലവ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാ ചേച്ചി? ലവ് എക്സ്പ്രസ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എക്സ്പ്രസ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ തുറന്നു പറയും. ഞാൻ ഭയങ്കര സ്നേഹമായിരിക്കും, ഓവർ സ്നേഹമായിരിക്കും. നമ്മൾ ഡാൻസ് കളിക്കും, ഞങ്ങൾ കുറേ ഉണ്ട്. ഞങ്ങൾക്ക് ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, ഇതൊക്കെയാണ് ലവ് എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ കെട്ടിപ്പിടിക്കും, മോയ്ക്കും, അതൊക്കെ തന്നെയാണ് ലവ് എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ ചേട്ടൻ എന്ന് പറയുമ്പം എപ്പോഴൊന്നും എക്സ്പ്രസ് ചെയ്യൂലേ, ചിലപ്പോഴും ഭയങ്കര ഇതായിട്ട് നിൽക്കും. എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വല്ലപ്പോഴും എക്സ്പ്രസ് ചെയ്യും. വല്ലപ്പോഴും എന്ന് വെച്ചാൽ ഒരു 2 ആഴ്ചയിലൊരിക്കലൊക്കെ വരും. കലിപ്പനും കാന്താരിയാണെന്നാണ് വിചാരിച്ചത് പണ്ട് കലിപ്പനും കാന്താരിയായിരുന്നു. പക്ഷെ ഇപ്പൊ കലിപ്പനും കാന്താരി അല്ല. വിച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ് യു ആർ യൂസിങ്? ലിപ്സ്റ്റിക് ഷെയ്ഡ് ആദ്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും വലിയ ഒരു ഇതില്ല. കാരണം ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. ലിപ് ബാമും പിന്നെ ലിപ്സ്റ്റിക് ഒരു റെഡ് യൂസ് ചെയ്യും. പിന്നെ ഒരു ന്യൂഡ് ഒരു ഷെയ്ഡാണ്. അതിന്റെ കറക്റ്റ് ഷെയ്ഡ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നോക്കിയിട്ടത് പ്രത്യേക ഒരു വീഡിയോ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് യുവർ ഫുൾ നെയിം എന്നാണ്. എന്റെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞാൽ മേഘ എസ് സുനിലാണ്. എസ് ഫോർ സൗമ. എന്റെ അമ്മയുടെ പേരാണ് സൗമ. മേഘ എസ് സുനിലാണ് എന്റെ ഫുൾ നെയിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രസ് കളക്ഷൻ ആണ്. ഇപ്പൊ ഡ്രസ്സ് നമുക്ക് പണ്ടൊക്കെ എനിക്ക് ഡ്രസ്സ്
ഡ്രസ്സൊന്നും നമുക്ക് വർഷത്തിലൊരിക്കലൊക്കെ കിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു വീട്ടിലെ സാഹചര്യം അങ്ങനെയായിരുന്നു. അപ്പം നമുക്ക് വർഷത്തിലൊരിക്കൽ ഒരു ഡ്രസ്സ് കിട്ടിയ ഒരെണ്ണം കിട്ടും, മാക്സിമം പോയ 2 എണ്ണം അത്ര നമുക്ക് പുതിയതൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കസിൻസിൻ്റെ ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ അവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് കൊളാബ് ആകട്ടെ നമുക്ക് ഡ്രസ്സ് വരുമല്ലോ. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിയിട്ട് അവർക്ക് നമുക്കൊരു വീഡിയോ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം കൊളാബ് മെയിനായിട്ട് ഇപ്പോൾ കൊളാബാണ് എനിക്ക് ഡ്രസ്സ് കിട്ടുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്ത ഡ്രസ്സ് കാണും. ഇപ്പം ഞാൻ ഒരുപാട് ലോങ് ടോപ്പ് ചിലതൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ മെയിൻലി യൂസ് ചെയ്ത ഡ്രസ്സൊക്കെ അങ്ങനത്തെ ഡ്രസ്സും ചിലതൊക്കെ ഞാനിപ്പം ഒരുപാട് കൊളാബ് വരുന്നതുകൊണ്ട് ഞാൻ ചിലതൊക്കെ മാറ്റി വെച്ച് ഞാൻ മീൻസ് പുറത്തുള്ളവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. സൈസ് സ്മോൾ ആണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഡ്രസ്സ് അങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. എൻ്റെ സൈസ് വരുന്നത് സ്മോൾ ആണ്. ഞാൻ മെയിൻലി പറഞ്ഞ് വാങ്ങുന്നത് സ്മോൾ സൈസ് ആണ്. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരുപാട് ഡ്രസ്സുണ്ട്, കൊളാബായിട്ടും അല്ലാതെ എനിക്ക് ചേട്ടൻ ഒരുപാട് ഡ്രസ്സൊക്കെ വാങ്ങി തരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡ്രസ് കളക്ഷൻ. ഇപ്പം ഒരു പ്രാവശ്യം ഞാൻ ഏതായാലും ഡ്രസ് കളക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ തിങ് യു ഹേറ്റ് ഇൻ യുവർ സന്ദീപു. ദേഷ്യമാണ് എനിക്ക് മെയിൻ ഹേറ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ വലുതായിട്ട് പണ്ടൊക്കെയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ദേഷ്യമായാലും ഇപ്പോൾ കൺട്രോൾഡൊക്കെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ പിടിക്കാൻ കിട്ടാത്ത രീതിയിൽ പൊട്ടിത്തെറിക്കും, എന്നാലും അത് കഴിയുമ്പോൾ അങ്ങ് താന്നോളും, വലിയ പ്രശ്നമൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾഡ് ഹെയർ സ്റ്റൈലാണ് സൂപ്പർ എന്ന് തോന്നിയിട്ടില്ലേ? എനിക്ക് തോന്നിയിട്ടില്ല സത്യം പറഞ്ഞു. ഇപ്പം ഓരോരുത്തർക്ക് ഇപ്പോൾ ചിലർക്ക് ഓൾഡ് ആയിരിക്കും കൊള്ളാവുന്നത്, ചിലപ്പോൾ ന്യൂ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പം ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് ആണ്. ഇപ്പം എൻ്റെ പേഴ്സ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഹെയർ വെച്ച് ഞാൻ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതാണ് എനിക്ക് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പേഴ്സണലി. ഒരുപാട് പേര് ഇത് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഏതായാലും ഇതാണ് ഇഷ്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ സോ യുവർ ഓൾഡ് പിക് വിത്ത് ഗ്ലാസസ്, ക്യൂട്ട് സ്മൈലി, ദ വേ യു ചേഞ്ച് യുവർ സെൽഫ്. ഞാൻ ചേഞ്ച് ആണ് അവർ ചോദിച്ചേക്കുന്നത്. പണ്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗ്ലാസ് മറ്റേ പവർ ഗ്ലാസ് ആണ് വെക്കുന്നത്. യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഈ നോർമലി ആൻറ്റിമാരൊക്കെ വെക്കുന്ന ഗ്ലാസ്, ലൈക്ക് ഒരു ബഡ്സ് ഉള്ള ഗ്ലാസ് ഇല്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വെച്ചാണ് എനിക്ക് ഇവിടെ കണ്ടില്ലേ പാടൊക്കെ വന്നു തുടങ്ങി. ഇത് ഏകദേശം എനിക്ക് ഒരു 3-4 ഇയേഴ്സ് ഞാൻ വെച്ചെന്ന് തോന്നുന്നു ഈ ആ ഗ്ലാസ്. അത് വെച്ച ശേഷം ആ പാട് എനിക്ക് ഇത്രയും വർഷമായിട്ടും ഇതിനെക്കാട്ടി ഉണ്ടായിരുന്നു, കുറച്ച് കുറയുന്നുണ്ട്, പക്ഷെ എന്നാലും വലിയ കുറവൊന്നുമില്ല. പാട് ഇപ്പോഴും എനിക്കുണ്ട്, ഇപ്പുറത്തും ഉണ്ട്. പിന്നെയാണ് ചേട്ടൻ ഒരു ദിവസം നമ്മൾ കണ്ണാടി എന്തോ ഇങ്ങനെ വാങ്ങാൻ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു വേറെ യൂസ് ചെയ്യാം. ഇപ്പം ഇടയ്ക്ക് വെച്ചൊരു ഫാഷൻ ഉണ്ടായിരുന്നല്ലോ കുറച്ച് വർഷം മുന്നേ, ഒരു ബ്ലാക്ക് ഫുൾ കവേർഡ് ആയിട്ടുള്ള വലിയ ഗ്ലാസ്, ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് വാങ്ങിച്ചു നോക്ക്, സെറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ അത് നോക്കാം. അങ്ങനെ അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് മറ്റേനെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. പിന്നെ അതിൻ്റെ അത്ര പാട് വരുന്നില്ല ഇത്. അങ്ങനെ ഞാൻ കണ്ണാടി മാറി അതിലോട്ടായി. പിന്നെ ഇപ്പം അത്യാവശ്യം വേറൊരു കണ്ണാടിയിലോട്ടായി. അപ്പം ആ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പവർ ഗ്ലാസ് ആണെന്ന് തോന്നത്തില്ല. അങ്ങനത്തെ ഒരു കണ്ണാടിയാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു യെല്ലോ കളറാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ലെൻസ് ആദ്യം പറഞ്ഞാൽ എനിക്ക് മുതലാകത്തില്ല, അപ്പം ഇപ്പം ആദ്യം പറഞ്ഞാൽ ഞാൻ വാങ്ങാറില്ല. പിന്നെ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ദൂരെ ഉള്ളതൊക്കെ ഈ അക്ഷരങ്ങളൊക്കെ വായിക്കാനുള്ള പാടുണ്ട്, അടുത്തുള്ളതൊക്കെ എനിക്ക് കാണാം, കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു പാടുണ്ട്. വലിയ ബോർഡാണെങ്കിൽ എനിക്ക് വായിക്കാനൊക്കെ നല്ല പാടാണ്. പിന്നെ ഏതായാലും ഞാൻ ഭാവിയിൽ എന്തെങ്കിലും ലേസറോ സ്മൈൽ എന്തെങ്കിലുമൊക്കെ സർജറി ഒക്കെ ചെയ്ത് ഏതായാലും സെറ്റ് ആക്കണം എന്നുണ്ട്. അതേതായാലും പിന്നെ എപ്പോഴെങ്കിലും അത് സെറ്റ് ആക്കും. അതാണ് എൻ്റെ ഒരു കണ്ണാടി. ഇപ്പം ഞാൻ കണ്ണാടി വെക്കും, പക്ഷെ എപ്പോഴും വെക്കില്ല, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര വർഷത്തെ ലവ് ആണ് നിങ്ങൾ തമ്മിൽ? നമ്മൾ ഏകദേശം 8 years നമ്മൾ ലവ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ് ചെയ്തിട്ടല്ലേ മാരേജ് ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി ആകുമ്പോൾ 9 years ആയി. നെക്സ്റ്റ്, ചേച്ചിക്ക് ചേട്ടനിൽ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റിന്ന് എനിക്ക് ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി എന്ന് പറയുമ്പം ഇപ്പോൾ പണ്ടത്തെ അല്ല, ഇപ്പോഴത്തെ വെച്ച് ഞാൻ പറയാം കേട്ടോ. ക്വാളിറ്റി ഒരുപാടുണ്ട്. ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കെയറിങ് ആണ്. നമുക്ക് ചോദിക്കാതെ തന്നെ ഒരു സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വാങ്ങിത്തരും. പാവമാണ് അത്യാവശ്യം. ഇപ്പോഴൊക്കെ നമുക്ക് ഇപ്പോൾ ദേഷ്യമൊക്കെ ഇപ്പോൾ നല്ല രീതിയിലൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു, നല്ല രീതിയിലൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. അങ്ങനെ എനിക്ക് ഒരുപാട് ക്വാളിറ്റി ഇഷ്ടമുണ്ട്. പ്രത്യേകിച്ച് അങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാം എനിക്ക് ഇങ്ങോട്ട് വാങ്ങി എല്ലാം ചെയ്തുതരും, ഇങ്ങോട്ട് അറിഞ്ഞ് ചെയ്തുതരും. പിന്നെ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ചേട്ടന്. ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഭയങ്കര കെയറിങ് ഒക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത്രയും മണ്ടത്തരങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം? ഇത്രയും മണ്ടത്തരം ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ്. എനിക്ക് എന്ത് മണ്ടത്തരം ചെയ്താലും ഓക്കെ പറയണം എൻ്റെ ഹസ്ബൻഡാണ്. അതാണ് എൻ്റെ പ്രചോദനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊച്ചൊന്നും വേണ്ടേ? കൊച്ചൊന്നും ഇപ്പോൾ വേണ്ട, കാരണം നമ്മളിപ്പോൾ കുറച്ച് ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ബേബി പ്ലാനിങ് ഒക്കെ ഉള്ളൂ. കാരണം ഇപ്പം നമുക്ക് അത്യാവശ്യം എനിക്കും ജോബൊക്കെ ആയി അത്യാവശ്യം സെറ്റൊക്കെ ആയിട്ട് കൊച്ചു പ്ലാനിങ് ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറണ്ട് വെയിറ്റ് ആൻഡ് ഹൈറ്റ്. ഹൈറ്റ് 154 ആണ് സെന്റിമീറ്റർ. വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 57 to 58, 56 മുതൽ 58 എൻ്റെ വെയിറ്റ്. അത് വേരി ചെയ്ത് നിൽക്കും, മാറും. ഹെയർ സ്റ്റൈൽ വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്യാം. പണ്ടിങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ നടുക്കുന്നൊരു പാർട്ടീഷൻ എടുത്തിട്ട് അത്യാവശ്യം ക്ലിപ്പ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം ഞാൻ 2-3 ഹെയർ സ്റ്റൈൽ ചെയ്യാറുണ്ട്. ഞാൻ അതിൽ വീഡിയോ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേസിൽ എന്തെങ്കിലും
ട്രീറ്റ്മെന്റ് ചെയ്തു, മാരേജ് ശേഷം ചേച്ചിയുടെ ഫേസ് വല്ലാണ്ട് മാറി ഗ്ലോ ആൻഡ് ഹെൽത്തി ആയി, ട്രീറ്റ്മെന്റ് ചെയ്തു. ഇപ്പം ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഫേസിൽ അങ്ങനെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഗ്ലൂട്ടത്തയാണോ അങ്ങനെ, പിന്നെ PRP അങ്ങനെ എന്ത്, ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഗ്ലോ ആയി മാരേജിന് ശേഷം. അതിന് മെയിൻ റീസൺ ഞാൻ പറഞ്ഞില്ലേ, സ്കിൻ ഇപ്പൊ ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്ന വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ യോഗിയാസ് ക്ലിനിക്കിൽ പോയിട്ട് ഞാൻ ഡോക്ടർ തരുന്ന മരുന്നാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ഒരു ഡയറ്റ് ഒക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ജിമ്മിൽ പോവും. ജിമ്മിൽ ചേട്ടൻ വഴക്ക് പറഞ്ഞ് കൊണ്ടുപോകും. ജിമ്മിൽ പോവും, എക്സസൈസ് ചെയ്യും. പിന്നെ ഇപ്പൊ ഞാൻ ഡാൻസിന് പോകുന്നുണ്ട്. നമ്മുടെ അളിയൻസ് ക്രൂ ഉണ്ടല്ലോ, അളിയൻസിന്റെ സ്റ്റുഡിയോയിലാണ് ഞാൻ ഡാൻസിന് പോകുന്നത്. അങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തെ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് എൻ്റെ ഒരു സ്കിന്നിന് അത്യാവശ്യം മാറ്റം എനിക്ക് തോന്നി തുടങ്ങിയത്. അല്ലാതെ ഞാൻ ഗ്ലോ ആവാൻ വേണ്ടി മാത്രം ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല. ഇതുപോലെ ഡയറ്റും എക്സസൈസും അതുപോലെ ഈ മരുന്നും ഒക്കെ നമ്മൾ ഈ ഡോക്ടർ തരുന്ന മരുന്നുണ്ടല്ലോ, നമുക്ക് രാത്രിയൊക്കെ ഇട്ടിട്ട് കിടക്കാനായിട്ടൊക്കെ പിമ്പിൾസിനുള്ളത് മരുന്ന് തരും. അപ്പൊ അതൊക്കെ യൂസ് ചെയ്ത ശേഷമാണ് അത്യാവശ്യം ഗ്ലോ ആയി തുടങ്ങിയെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. പിന്നെ ഇതുപോലെ നമുക്കൊരു സ്കിൻ കെയർ റൊട്ടീൻ നല്ലതൊരെണ്ണം ഫോളോ ചെയ്യുക, അതും നമുക്ക് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നും ഉറപ്പായിട്ടും നന്നായിട്ട് ചേഞ്ച് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീഡിയോ ചെയ്യാൻ ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? വീഡിയോ ചെയ്യാൻ എനിക്ക് മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് ചേട്ടനാണ്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാവും, മാരേജിന് ശേഷമാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ വൈറ്റ് സ്ക്രീനൊക്കെ സെറ്റ് ചെയ്ത് ഇതെല്ലാം സെറ്റ് ചെയ്ത് തരണതൊക്കെ ചേട്ടനാണ്. ഇപ്പൊ നമ്മൾ വീട്ടിൽ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ എല്ലാ സാധനവും വാങ്ങി വെച്ചിട്ടുണ്ട് ചേട്ടൻ. അപ്പൊ ചേട്ടനാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ ചേട്ടനാണ്. ഇപ്പൊ നമുക്ക് ഡാൻസ് റീലൊക്കെ നമ്മൾ ചെയ്യുന്നത് ചിലപ്പം നൈറ്റ് ആയിരിക്കും ചെയ്യുന്നത്, എൻ്റെ ഡാൻസ് റീലൊക്കെ. അപ്പോൾ അതായാലും നമ്മൾ രാത്രി ഇരുന്ന് ഇതുപോലെ സ്ക്രീനൊക്കെ അത്യാവശ്യം പാടുണ്ട് എല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി. സ്ക്രീൻ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് പിടിച്ചിരുത്തി കളിപ്പിക്കുന്നതൊക്കെ ചേട്ടനാണ്. അപ്പോൾ ചേട്ടനാണ് എൻ്റെ മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് ചേട്ടനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ മാരേജ് സന്ദീപ് ഏട്ടനിൽ വന്ന മാറ്റങ്ങൾ? പണ്ടത്തെ കാട്ടിലൊക്കെ അത്യാവശ്യം സ്നേഹം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ. പണ്ടത്തെ കാട്ടിലും കുറച്ച് ക്ലീൻ ആയി ആൾ എന്ന് വെച്ചാൽ നല്ല നല്ല സ്നേഹമൊക്കെ ഉണ്ട് പണ്ടത്തെ കാട്ടിലും. പിന്നെ ഉത്തരവാദിത്വമൊക്കെ ചിരി കൂട്ടിയിട്ടുണ്ട്. ഇച്ചിരി, ഒരുപാടൊന്നുമില്ല, എന്നാലും ഇച്ചിരിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. പണ്ടത്തെ കാട്ടിലൊക്കെ നല്ല കെയറിങ് ആണ്. പിന്നെ ദേഷ്യമൊക്കെ ഒരുപാടൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. അങ്ങനെ ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പം നമ്മൾ അത്യാവശ്യം നമുക്ക് വാല്യൂ നമ്മളെ ചേട്ടൻ്റെ ലൈഫിൽ ഞാനിപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പണ്ടൊക്കെ എനിക്ക് തോന്നൂല സത്യം പറഞ്ഞ. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്ര നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ലൈഫിൽ തരുന്നുണ്ട്. നല്ലതായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്തു തരും. ഇപ്പം നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പുറത്തോട്ട് പോവുകയാണെങ്കിലും ചേട്ടൻ്റെ ഫ്രണ്ട്സായിട്ട് പോലും ഞാൻ എല്ലാവരുമായിട്ടും കമ്പനിയാണ്. അപ്പം ചേട്ടൻ എന്നെയും കൂടെ കൊണ്ടുപോകും. അപ്പം എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സർക്കിളാണ്. അപ്പം എപ്പോഴും ഒന്നും ഇല്ല, ചെറിയ സർക്കിളാണ്. പണ്ടത്തെ കാലത്ത് എനിക്കിപ്പം ചേട്ടൻ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് തുറന്നു വന്ന് പറയും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് വലിയ മാറ്റങ്ങളായിട്ട് തോന്നിയിട്ടുള്ളത് മാരേജിന് ശേഷം. നെക്സ്റ്റ്, എനിക്ക് മേഘയുടെ സന്ദീപേട്ടാന്നുള്ള വിളി ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. സന്ദീപേട്ട എന്നാണ് വിളിക്കുന്നത്. കാരണം എന്നെക്കാട്ടി മൂത്താണല്ലോ, അതുകൊണ്ട് ഞാൻ വിളിച്ച് ശീലിച്ചു പോയി സന്ദീപേട്ടാന്ന്. പിന്നെ ഞാൻ സ്നേഹം കൂടുമ്പോൾ സന്ദീപ് എന്ന് വിളിക്കും. അങ്ങനെ പല പല വാക്കുകൾ പറഞ്ഞ് വിളിക്കും, നല്ലത് മാത്രമേ. അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേട്ടൻ റൊമാൻറ്റിക് ആണോ? ചേട്ടൻ റൊമാൻറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആണെന്നും പറയാം, അല്ലാന്ന് പറയാൻ പറ്റത്തില്ല. ആണ്, ഒരു മീഡിയം. ചില സമയം ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും. ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും. ചില സമയം ഒരു റൊമാൻറ്റിക്കും ആയിരിക്കൂല. എന്ന് വെച്ചാൽ ഒട്ടുമല്ലെന്നല്ല, എന്നാലും ഒരു മീഡിയം ലെവലായിരിക്കും. എപ്പോഴും ഇങ്ങനെ റൊമാൻറ്റിക് കളിച്ചുകൊണ്ട് റൊമാൻറ്റിക് ആണ്, എപ്പോഴും റൊമാൻസ് പുറത്ത് കാണിക്കുന്ന ഒരു ടൈപ്പ് അല്ല ചേട്ടൻ എന്ന് പറഞ്ഞാൽ. പണ്ടൊന്നും ഒട്ടും കാണിക്കൂലായിരുന്നു. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ പിന്നെയും ഭേദമുണ്ട്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. റൊമാൻറ്റിക് ആണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ്. ഞങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആരെന്ന് ചോദിച്ചാൽ ഞാനാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്. എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ഞാനാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്. പിന്നെ നമ്മൾ എപ്പോഴും റൊമാൻസ് അടിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ആവശ്യത്തിനും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നല്ല റൊമാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചിക്കും ചേട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ലാത്ത രണ്ട് ക്യാരക്ടേഴ്സ്? ഇഷ്ടമുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടമുള്ള ഒരുപാടുണ്ട്, ഇഷ്ടമല്ലാത്ത ദേഷ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേട്ടനാണോ ചേച്ചിയാണോ കൂടുതൽ റൊമാൻറ്റിക്? ഞാനാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്. ഞാനാണ്. കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നു അറിഞ്ഞൂടാ, പക്ഷെ ഞാനാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്. ആരുടെ ചോദിച്ചാലും പറഞ്ഞുതരും. ഇനി അടുത്ത്, അതല്ല, നമ്മളറിയാന്നുള്ളവർക്കൊക്കെ അറിയാലോ, നമ്മൾ രണ്ടുപേരിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് എന്നുള്ളത്. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ Q&A സെഷൻ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്, ഒരു 2 days ആയി കിട്ടിയിട്ട്. അപ്പോൾ അത് അൺബോക്സ് ചെയ്യണം. സോ ഞാൻ ഇതൊന്നും ശരിക്കും പറഞ്ഞ ലൈഫിൽ ഒട്ടും വിചാരിച്ചതല്ല. ഇങ്ങനെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി പ്ലേ ബട്ടൺ ഇങ്ങനത്തെ ഒന്നും കിട്ടുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചല്ല. അപ്പോൾ എല്ലാത്തിലും നിങ്ങളടുത്താണ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. പിന്നെ ആൻഡ്രിയ ജോർജ് എന്ന് പറഞ്ഞൊരു കുട്ടി, ആൻഡ്രിയ ജോർജ് 1176 എന്നാണ് അക്കൗണ്ടിന്റെ പേര്. ഇപ്പൊ ഞാൻ
യൂട്യൂബ് തുടങ്ങി നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാ വീഡിയോസിലും എൻ്റെ മാത്രമല്ല ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസിലും ഇപ്പം കമൻറ്റ് മീൻസ് സ്ഥിരം എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യാറുണ്ട്. നോർമൽ ഒരു ഇമോജി ഒന്നും അല്ല, പുള്ളിക്കാരി കമൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല നമുക്ക് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മീൻസ് ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്ന രീതിയിലാണ് നല്ല കമൻസ് ആണ് പുള്ളിക്കാരി ഇടുന്നത്. അപ്പം ഈ ഇടയ്ക്ക് ചേട്ടനും എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാനത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടനും ഈ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഇതേത് ഈ കുട്ടി നമ്മുടെ എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് റിപ്ലൈ പോലും ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല വീഡിയോസിൽ. ഞങ്ങൾ റിപ്ലൈ കൊടുത്തില്ല. ഇപ്പം നമ്മളൊരു വീഡിയോ കമൻറ്റ് ഇട്ടു, അപ്പോൾ അടുത്ത ദിവസം നമ്മൾ വിചാരിക്കും എൻ്റെ കമൻറ്റിന് റിപ്ലൈ തന്നില്ലല്ലോ, പിന്നെ എന്തിന് റിപ്ലൈ കൊടുക്കണം തിരിച്ച് എന്ന് അവർ വിചാരിക്കും. എന്തിന് പിന്നെ കമൻറ്റ് ഇടണമെന്ന് വിചാരിക്കുമല്ലോ. പക്ഷേ ഈ കുട്ടി ചില വീഡിയോസിന് ഞങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാനേ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ഞങ്ങളുടെ എല്ലാ വീഡിയോസിലും സ്ഥിരമായിട്ടിരുന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഈ ആൻഡ്രിയ ജോർജ് എന്ന് പറയുന്നത്. സോ ബിഗ് താങ്ക്സ് ടു യു. താങ്ക് യു ആൻഡ്രിയ, ലവ് യു. അതുപോലെ തന്നെ എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഇപ്പോൾ ഡ്രസ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് മാച്ച് ആവുമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക, ഞാൻ ഉറപ്പായിട്ടും സെൻഡ് ചെയ്ത് തരാം. എൻ്റെ Q&A സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ, ലവ് യു ഓൾ.